കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിൽ പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു. കുടക് സ്വദേശി അബ്ദുൽ നാസറിനെ കൊച്ചിയിൽ നിന്ന് NIA ആണ് പിടികൂടിയത്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, 3 വർഷമായി ഒളിവിലുള്ള പ്രതിയാണ് ഇപ്പോൾ പിടിയിലാകുന്നത്. എങ്ങനെയാണ് ഇയാളെ പിടികൂടുന്നത്? അക്ഷയ, സുപ്രധാന അറസ്റ്റാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത്. കർണാടകയിലെ യുവമോർച്ച നേതാവായിട്ടുള്ള പ്രവീൺ നെട്ടാരു വധക്കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെയാണ് NIA പിടികൂടിയിരിക്കുന്നത്. അതും കൊച്ചിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ NIA സംഘം പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ കൊച്ചി പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. അബ്ദുൽ നസീർ എന്നാണ് പേര്. നേരത്തെ PFI ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് NIA കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്നതാണ്. ബംഗളൂരു, കൊച്ചി NIA യൂണിറ്റുകളുടെ സംയുക്ത ഓപ്പറേഷനിലാണ് ഇയാളെ കൊച്ചി പള്ളുരുത്തിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. NIA കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇയാളെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. 2022 ജൂലൈ 26 ഈ കേസിന് ആസ്പദമായ സംഭവം. പ്രവീൺ നെട്ടാരുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം കർണാടക പോലീസ് ഈ കേസ് അന്വേഷിച്ചു. പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി NIA ഏറ്റെടുക്കുകയായിരുന്നു. PFI ആണെന്നും കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഈ PFIയുടെ നിരോധനത്തിന് തൊട്ടു മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു ഈ കൊലപാതകവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും. അതിനുശേഷമാണ് PFI നിരോധനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 19 പേരെ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. PFI ഈ പ്രത്യേക കൊലപാതക സംഘത്തിന് നേതൃത്വം നൽകിയെന്നടക്കം NIAയുടെ ചാർജ് ഷീറ്റിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി മുൻപ് കേരള, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ ഇടങ്ങളിൽ NIA റെയ്ഡടക്കം നടത്തിയിരുന്നതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന പ്രതിയെയാണ് ഇപ്പോൾ NIA സംഘം കൊച്ചിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. രാഗിൻ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി NIA പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് രാഗിൻ പങ്കുവയ്ക്കുന്നത്.